എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 70ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ, വെൽക്കം ബാക്ക്. നമസ്തേ ഡോക്ടർ അജയ. ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴത്തെയും പോലെ തന്നെ നമുക്കൊരു ഹാർട്ടായിട്ട് കണക്ട് ചെയ്ത് സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാനിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നമ്മൾ 67th എപ്പിസോഡ് തൊട്ട് കഴിഞ്ഞ 3 എപ്പിസോഡുകളായി ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള ചർച്ചയിലാണല്ലേ. ദ ഹാർട്ട് ഓഫ് ലോർഡ് റാം റിഫ്ലക്റ്റഡ് ഇൻ യോഗ വശിഷ്ഠ. അപ്പോൾ ലാസ്റ്റ് 3 എപ്പിസോഡുകളിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇതിൽ യൂത്തിനുള്ള റെലവൻസ്, അതുപോലെ തന്നെ എന്താണ് കോൺഷ്യസ്നെസ് ആയിട്ട് ഇതിനോടുള്ള കണക്ഷൻ, അതും ധ്യാനവും തമ്മിൽ എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിനൊക്കെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡീപ്പ് ലേണിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ അങ്കിൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പുസ്തകം എഴുതിയേക്കുന്ന ഒരു ഘടന ഒബ്സർവ് ചെയ്യുന്നുണ്ടായി. അതായത് ആദ്യം ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ആദ്യം ഒരു ചോദ്യമുണ്ട്, അതിനുശേഷം അതിനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ചെറുകഥ, ഒരു സ്റ്റോറി, അതുപോലെ തന്നെ അതിലൊരു കോൺഷ്യസ്നെസ് കീ, പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസസ്. ഇങ്ങനെ ഒരു സീരീസ് പോലെയാണ് ഓരോ ചാപ്റ്ററും ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാജി, എന്താണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ദാജി കൊണ്ടുവരാനായിട്ടുള്ള അതിൻ്റെ റെലവൻസ് എന്താണ്? ഇപ്പോൾ നമ്മൾ അങ്കിൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറയുണ്ടായി, ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി എഴുതിയതാണെങ്കിൽ തന്നെ കൂടുതലായിട്ടും യൂത്തിനെ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ പുസ്തകത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു പുസ്തകവും ഈ ഒരു ഘടനയും യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതിൻ്റെ റെലവൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു, ഈ പുസ്തകം ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ്. ഗുരുശിഷ്യ സംവാദ രൂപം, ചോദ്യോത്തര രൂപത്തിലാണ്. ഇത് ഉപനിഷത്ത് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാ ഉപനിഷത്തുകളും ഈ ചോദ്യോത്തര രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഉപനിഷത്ത് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ. ഉപവാസം എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇവിടെ അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്.
ശരിക്കും ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരാതെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ഹൃദയത്തിലിരിക്കുക എന്നാണ്. അപ്പോൾ മനസ്സിൻ്റെ ഉറവിടത്തിനോട് ചേർന്നിരിക്കുക എന്നുള്ള അർത്ഥം, ധ്യാനം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് പഠിക്കുക എന്നർത്ഥം. ഈശ്വരനോട് അടുത്തിരിക്കുക, ഗുരുവിനോട് അടുത്തിരിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അതായത് അവിടെ ഇപ്പോൾ ഒരാളൊരു മരത്തിൽ നോക്കി നിൽക്കണം, അതിലൊരു പക്ഷിയുണ്ട്. ഒരു പക്ഷി, അപ്പോൾ സുഹൃത്ത് അടുത്ത് നിൽക്കുന്നുണ്ട്, ആ മരത്തിൽ മനോഹരമായിട്ടുള്ളൊരു പക്ഷി ഇരിക്കുന്നു കണ്ടു എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുഹൃത്ത് പറയും, ഞാൻ കാണുന്നില്ലല്ലോ, അത് അവിടെ നിന്നാൽ കണ്ടില്ല, ഇവിടെ വന്നാലേ കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി നോക്കാൻ പറയുമ്പോൾ അത് കാണാം. അതാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുക. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പൊസിഷൻ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതായത് ബോധം കേന്ദ്രത്തിൽ നിശ്ചലമായി നിൽക്കണു, ബാഹ്യത്തിൽ അത് ചലിക്കണം. ഇപ്പം നമ്മൾ തിരമാലകളും ആഴക്കടലും പറഞ്ഞ പോലെ, ആഴക്കടൽ ശാന്തമാണ്, ബാഹ്യമായിട്ടുള്ള തിരമാലകൾ വളരെ അസ്വസ്ഥമാണ്. പക്ഷേ ഈ അസ്വസ്ഥമായ തിരമാലകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഴക്കടലാണ് അല്ലേ? അപ്പോൾ ഈ ബാഹ്യമായ കാര്യങ്ങളോട്, ഭൗതികത്തോട് അടുക്കും തോറും ബോധം കൂടുതൽ കലങ്ങി മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കേന്ദ്രത്തിൽ ബോധം നിശ്ചലമാണ്, ഭൗതികത്തോട് അടുക്കും തോറും ബോധം, ബാഹ്യത്തോട് അടുക്കും തോറും ബോധം കലങ്ങി മറിയും. അപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ശിഷ്യൻ്റെ ബോധം കലങ്ങി മറിഞ്ഞ രൂപത്തിലാണ്. അതിനെ സാവധാനം കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരണം, ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ശിഷ്യൻ്റെ തന്നെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനാണ് ഉപനിഷത്ത് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ബോധത്തിൻ്റെ കേന്ദ്രീകരണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഉപനിഷത്ത് രീതി വരുന്നത്. അതാണ് ചോദ്യോത്തര രീതി, അല്ലെങ്കിൽ ഗുരുശിഷ്യ സംവാദ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മഹത്തായിട്ടുള്ള ആത്മീയ ഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് ഭാരതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ രീതിയിലാണ്, ഈ സംവാദ രൂപത്തിലാണ്. ഇന്നത്തെ യുവാക്കളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതി ഈ സംവാദ രൂപമാണ്, ചോദ്യോത്തര രീതിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ നോക്കി കഴിഞ്ഞാൽ, ബുദ്ധൻ നമുക്കറിയാം കൊട്ടാരത്തു നിന്ന് പുറത്തിറങ്ങി, നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം വാർദ്ധക്യം, രോഗവും മരണവും കാണുന്നു, അസ്വസ്ഥനാവുന്നു, വീട് വിട്ട് ഇറങ്ങിപ്പോയി തപസ് അനുഷ്ഠിക്കുന്നു 7 വർഷം ബോധിവൃക്ഷത്തിൻ്റെ അടിയിൽ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി, മുഖത്തൊക്കെ പ്രകാശമായി, ശിഷ്യന്മാരൊക്കെ ഓടിക്കൂടി, അങ്ങനെ അദ്ദേഹം ശ്രീബുദ്ധനായി, നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും രോഗം, വാർദ്ധക്യവും മരണവും നടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഈ മന്ദഹാസം മായുന്നില്ല. ബുദ്ധൻ്റെ പ്രത്യേകമായിട്ടില്ല, എപ്പോഴും ഒരു മന്ദഹാസമായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ അദ്ദേഹത്തിനോട് ചോദിക്കും, ഗുരുദേവ, അങ്ങ് സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നപ്പോൾ ഈ വാർദ്ധക്യം, രോഗവും മരണമൊക്കെ കാണുമ്പോൾ അങ്ങ് വാവിട്ട് കരയുമായിരുന്നു. ഇപ്പോഴും അങ്ങയുടെ ചുറ്റും ഇതൊക്കെ നടക്കുന്നുണ്ട്, വാർദ്ധക്യമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്, പക്ഷെ അങ്ങയുടെ മുഖത്ത് മന്ദഹാസം മായുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ ബുദ്ധൻ ആനന്ദനെ വിളിച്ചിട്ട് ഒരു കുപ്പി ഗ്ലാസ് കൊണ്ടുവരാൻ പറയും, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ്, അതിൽ കുറച്ച് വെള്ളം, ഒരു പിടി മണ്ണ് വാരിയിലിടും, ഇളക്കാൻ പറയും, ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് നോക്കാൻ പറയും. അപ്പോൾ ഈ കലങ്ങിയ വെള്ളം ആയതുകൊണ്ട് കാണില്ല, അതിൻ്റെ സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പാരൻസി നഷ്ടപ്പെട്ടു. ഞാൻ വെള്ളം അനക്കാണ്ട് വയ്ക്കാൻ പറയും. അനക്കാണ്ട് വയ്ക്കുമ്പോൾ എന്തുണ്ടാവും, ഈ മണ്ണ് മുഴുവൻ അടിയിൽ സെറ്റിലായിട്ട് മേലെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമാവില്ലേ. ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കാൻ പറയും, അപ്പോൾ ട്രാൻസ്പാരൻ്റാണ്, സുതാര്യമാണ്. അദ്ദേഹം പറയും, ഇതുപോലെയായിരുന്നു എൻ്റെ ബോധം, കലങ്ങിയ ബോധത്തിൽ കൂടെയാണ് ഞാൻ പ്രപഞ്ചത്തിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അപ്പം കലങ്ങിയ ബോധത്തിലൂടെ ഞാൻ പ്രപഞ്ചത്തിനെ നോക്കി കാണുമ്പോൾ എല്ലാം ഞാൻ കാണുന്നത് അക്രമവും, അനീതിയും, അസ്വസ്ഥതയും, എല്ലാ പ്രശ്ന സങ്കീർണതയാണ് ഞാൻ കാണുന്നത്.
ഇപ്പോൾ ഈ തെളിഞ്ഞ വെള്ളം പോലെ എൻ്റെ ബോധം തെളിഞ്ഞു ധ്യാനത്തിലൂടെ. ബോധോദയം എന്നല്ല പറയണം. അപ്പോൾ ഈ തെളിഞ്ഞ ബോധത്തിലൂടെ ഞാൻ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ എല്ലാം ക്രമമാണ്, നീതിയാണ്, സ്വസ്ഥമാണ്, സന്തോഷമാണ്, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ സൃഷ്ടിക്കപ്പെട്ടുള്ള ഒന്നിനും എൻ്റെ മുഖത്തെ മന്ദഹാസത്തിനെ മായ്ക്കാൻ സാധ്യമല്ല എന്ന് പറയത്. ഇത് നേരത്തെ പറഞ്ഞ ബോധത്തിൻ്റെ കേന്ദ്രീകരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ ഉപനിഷത്ത് രീതിയിൽ. അതിനുശേഷം അദ്ദേഹം ബുദ്ധമത തത്വങ്ങൾ ആവിഷ്കരിക്കും. 4 നോബിൾ ട്രൂത്ത് എന്ന് പറയും. 4 മഹത്തായ തത്വങ്ങളാണ് പ്രധാനമായിട്ടും ഈ ബുദ്ധമതത്തിലുള്ളത്. ഓർഗനൈസ്ഡായിട്ട് മതപ്രചരണം തുടങ്ങിയത് ബുദ്ധൻ്റെ കാലത്താണെന്ന് പറയുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ബുദ്ധ ഭിക്ഷുക്കളെ സൃഷ്ടിച്ചു. അവർ ലോകത്തിൽ മുഴുവൻ നടന്ന് ബുദ്ധമതം പ്രചരിപ്പിച്ചു. പിന്നീട് സെമറ്റിക് മതങ്ങൾ ആ രീതിയാണ് ഫോളോ ചെയ്തത്. അതിൻ്റെ തുടക്കം കുറിച്ചത് ശ്രീ ബുദ്ധനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 4 നോബിൾ ട്രൂത്ത് ഉണ്ട്, 4 മഹത്തായ തത്വങ്ങൾ. ഒന്നാമത്തെ തത്വം ജീവിതത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണ് ജീവിതത്തിൽ ദുരിതങ്ങൾ? അതിന് അദ്ദേഹം പറയുന്നത് ജന്മം, മൃത്യു, ജരാവ്യാധി എന്നാണ്. 4 എണ്ണമാണ്. ജനിക്കുക എന്നുള്ളത് ദുരിതമാണ്. കാരണം എന്താ? അതുകൊണ്ടാണല്ലോ മരിക്കുന്നത്. അപ്പോൾ ജന്മവും മൃത്യുവായി. അതിനിടയ്ക്ക് എന്താണ്? ജരയും വ്യാധിയും. ജര എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ്, വാർദ്ധക്യം. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം. ഇതാണല്ലോ അദ്ദേഹം കണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം പറയുന്നത്, ജന്മ, മൃത്യു, ജര, വ്യാധി. അപ്പോൾ നമുക്കറിയാം ഹാർട്ട്ഫുൾനെസ്സിൽ എങ്ങനെയാണ് സംസ്കാരം കൊണ്ട് നമ്മൾ ജനിക്കുന്നു, സംസ്കാരങ്ങൾ കൊണ്ട് ഭരിക്കുന്നു നമ്മൾ അറിയില്ല. അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിനെന്താണ് കാരണം എന്ന് അന്വേഷിക്കണത്. പ്രശ്നം കണ്ടുപിടിച്ചു. എന്താണ് കാരണം? കാരണം അദ്ദേഹം പറയുന്നത് ആഗ്രഹങ്ങളാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് തത്വമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത്. നമ്മളെന്താ പറയണത്? ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങളിലാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. പോയിന്റ് സി അസ്വസ്ഥമാകുന്നത്, അത് കഴിഞ്ഞ് AB ഹൃദയം മുഴുവൻ അസ്വസ്ഥമായി. അപ്പോൾ നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെട്ടു, ശാന്തി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും കാരണം എന്നാണ് ശ്രീ ബുദ്ധനും പറയുന്നത്. അപ്പോൾ കാരണം കണ്ടുപിടിച്ചു. മൂന്നാമത് എന്താണ് പരിഹാരം എന്ന്. പരിഹാരത്തിന് അദ്ദേഹം നിർവ്വാണം എന്ന് പറഞ്ഞു, മോക്ഷപ്രാപ്തി. ഈ പരസ്പര വൈരുദ്ധ്യങ്ങളിൽ നമ്മൾ പുറത്ത് കിടക്കേണ്ടിയിരിക്കും. നിർവ്വാണം എന്നാണ് അതിന് പറയുന്നത്. മോക്ഷപ്രാപ്തിയാണ് പരിഹാരം. നാലാമത്തെ നോബിൾ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിന് മാർഗം, എന്താ വഴി? അവിടെയാണ് അദ്ദേഹം പറയുന്നത് ശ്രവണം, മനനം, നിധിധ്യാസനം. അതായത് എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയണത് കേൾക്കുക. ശ്രവണം ശ്രദ്ധിച്ച് കേൾക്കുക. ഗുരുമുഖത്ത് നിന്ന് ഗുരു എന്താ പറയണമെന്നുള്ളത് കേൾക്കുക. ഇവിടെ ശ്രീരാമനും വസിഷ്ഠ മഹർഷി പറയുന്ന ശ്രദ്ധയോടെ ശ്രീരാമൻ കേൾക്കണം. അതുപോലെ കേൾക്കുക, ഗുരുവിൻ്റെ വാക്യങ്ങൾ കേൾക്കും. കേട്ടാൽ മാത്രം പോരാ. അടുത്ത സ്റ്റെപ്പ് മനനമാണ്. മനനം എന്ന് പറഞ്ഞാൽ കോണ്ടംപ്ലേഷൻ. അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് ചിന്തിക്കുക. നമ്മൾ വസ്തുത കേട്ടാൽ മാത്രം പോരാ, സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ യുക്തിയുക്തം ചിന്തിച്ച് അതിനെ സ്വാംശീകരിക്കണം, നമ്മളുടേതാക്കി മാറ്റണം. അല്ലെങ്കിൽ ഒരു തത്വം മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ അതിനെയാണ് മനനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണം, മനനം. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലാക്കിയ കാര്യം യാഥാർത്ഥ്യമാക്കുക. നിധിധ്യാസനം എന്നുള്ള വാക്കിനർത്ഥം ധ്യാനം എന്നാണ്. ധ്യാനത്തിലിരിക്കുക, അതായത് ഈ തത്വമായി തീരുക നമ്മൾ. ഇതാണ് ശ്രവണം, മനനം, നിധിധ്യാസനം. കേൾക്കുക, അതിനെക്കുറിച്ച് സമഗ്രമായി ചിന്തിക്കുക, ധ്യാനിക്കുക. ഇതാണ് ബുദ്ധൻ പറയുന്ന 4 മഹത്തായ തത്വങ്ങൾ. അപ്പോൾ ഇനി ഈ പുസ്തകം എഴുതിയ രീതി നോക്കൂ. ഇത് ഉപനിഷത്ത് രീതിയാണ് കേട്ടോ, അത് ഈ പറഞ്ഞത് രീതി. ഇനി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൻ്റെ കാതലായ പ്രശ്നങ്ങളെക്കുറിച്ച് ശ്രീരാമൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ പറഞ്ഞു, ആദ്യം ചോദിച്ച 6 പറഞ്ഞു, നമ്മൾ 6 ചോദ്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരുപാട് ഉപചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം 22 ദിവസത്തെ സംവാദമാണുള്ളത്. അപ്പോൾ അതൊരു സംപ്രേഷണമാണ്.
അപ്പോൾ ഈ ശ്രവണം മനന നിധ്യാസനമൊക്കെ വരുന്നുണ്ട്. കാരണം അതിനുശേഷം ശ്രീരാമൻ കർമ്മനിരതനാവുന്നു നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വസിഷ്ഠ മഹർഷി ഒരു കഥ പറയുന്നു. ആ കഥയിൽ കൂടിയാണ് ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കേണ്ടത്. ഇതാണ് യോഗവാസിഷ്ഠത്തിൻ്റെ രീതി. ദാജി എന്ത് ചെയ്യുന്നു, അതിൽ കോൺഷ്യസ്നസ് കീ എന്ന് പറഞ്ഞിട്ട് ഈ ബോധത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകാനുള്ള താക്കോൽ, അതല്ലേ കോൺഷ്യസ്നസ് കീ എന്ന് പറഞ്ഞാൽ. ബോധത്തിനെ എങ്ങനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കോൺഷ്യസ്നസ് കീ എന്നുള്ള രീതിയിൽ 1-2 വാചകം അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതിനുശേഷം ആ ബോധത്തെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശീലനം പറയുന്നു. ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ്, പ്രത്യേകിച്ചും നമ്മുടെ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന. ധ്യാനത്തിലൂടെ നമുക്ക് നിശ്ചലത കൈവരുന്നു കേന്ദ്രബിന്ദുവിൻ്റെ. ശുദ്ധീകരണത്തിലൂടെ നമുക്ക് സ്ഥിരത കൈവരുന്നു, നമ്മുടെ ഫ്ലക്ച്വേഷൻസ് പോകുന്നു. അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അതായത് ചിത്തവൃത്തികൾ നിരോധിക്കപ്പെടുന്നു, പതഞ്ജലി മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞ ശുദ്ധീകരണത്തിൽ. പ്രാർത്ഥനയിൽ നമുക്ക് ശാന്തത അനുഭവിക്കുന്നു. അപ്പോൾ നിശ്ചലത, സ്ഥിരത, ശാന്തത, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ജാഗ്രത, ശ്രദ്ധ, ഉത്സാഹം വരുന്നത്. ബോധത്തിൻ്റെ വികാസം തുടങ്ങണം. അങ്ങനെ നമ്മൾ സന്തുലിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന രീതിയാണിത്. അതിനും പുറമെ മറ്റു പല ചോദ്യങ്ങളും ശ്രീരാമൻ ചോദിക്കുന്നില്ലേ. ഉദാഹരണത്തിന് ഭയം എവിടെ നിന്ന് വരുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദാജി അതിനെ കോൺഷ്യസ്നസ് കീ ആയിട്ട് എനിക്ക് ശേഷം പറയുന്ന പ്രാക്ടീസ് എന്താണ്, ഫിയർ ഡീടോക്സ്. അതായത് നമ്മുടെ ലിംപ് ക്ലീനിങ് എന്ന് പറയുന്ന ശുദ്ധീകരണ പ്രക്രിയ അദ്ദേഹം പറയുന്നു. ഭയമാണ് പ്രശ്നമെങ്കിൽ, ഇനി നമുക്ക് അമിതമായ കോപം ആണ് നമ്മുടെ പ്രശ്നം നോക്കിയ, അപ്പോൾ അദ്ദേഹം ആങ്കർ ഡീടോക്സ് പറയും. അതായത് ആ ഓഷൻ ഓഫ് ബ്ലിസ്, അനുഭൂതിയുടെ സമുദ്രത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, അതിലെ നീല കളറുള്ള തരംഗങ്ങൾ വന്ന് നമ്മുടെ ശുദ്ധീകരിച്ചുകൊണ്ട് പിൻഭാഗത്തൂടെ പോകുന്ന ഓഷൻ ഓഫ് ബ്ലിസ് ക്ലീനിങ്, അതിനെയാണ് നമ്മൾ ആങ്കർ ഡീടോക്സ് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാ ഭാഷയിലും ഇപ്പോൾ ലഭ്യമാണ്. അത് പറയണു. ചിലപ്പോൾ അമിതമായ വൈകാരികതയാണ് നമ്മുടെ പ്രശ്നം നോക്കിയ, അപ്പോൾ അദ്ദേഹം പോയിൻ്റ് ബി ക്ലീനിങ് പറയണു. നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയണതാണ് പോയിൻ്റ് ബി ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി സാഹോദര്യമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ എന്ന് വിചാരിക്കുക. അതാണ് ആത്മീയതര അടിസ്ഥാന തത്വമാണ്. നമ്മളെല്ലാവരും ഒരേ സോഴ്സിൽ നിന്ന് വന്ന സാഹോദര്യം എന്നുള്ള അടിസ്ഥാനം. നമ്മൾ സാർവലൗകിക പ്രാർത്ഥന അത് ചെയ്യാം, അല്ലെങ്കിൽ പോയിന്റിൽ മെഡിറ്റേറ്റ് ചെയ്യാം നമുക്ക് ഉറങ്ങുന്നതിൻ്റെ മുമ്പ്. അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീതിങ് പറയണമെന്ന്. വലത്തെ മൂക്കടച്ച് സൂര്യനാഡി ക്ലോസ് ചെയ്ത് ചന്ദ്രനാഡിയിൽ കൂടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തസമ്മർദ്ദം താൽക്കാലികമായിട്ട് താഴും, നമുക്കൊരു സ്വസ്ഥത വരും. അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ അത് ഈ കഥയിൽ പറയുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷനായിട്ട് പറയുന്ന കാര്യങ്ങളെ ഈ കോൺഷ്യസ്നസ് കീയിൽ കൂടെ പറഞ്ഞതിന് ശേഷം അതിന് സ്പെസിഫിക്കായിട്ട് പ്രത്യേകിച്ചും ആ പ്രശ്നത്തിനുള്ള പ്രാക്ടീസുകളുടെ ഒരു സീരീസ് അദ്ദേഹം ഓരോ ചാപ്റ്ററിലും പറയുന്നു. അങ്ങനെയാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ യോഗവാസിഷ്ഠത്തിൻ്റെ ഒരു മെച്ചപ്പെട്ട പതിപ്പാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് ഓഫ് ലോർഡ് റാം റിഫ്ലക്റ്റഡ് ഇൻ യോഗവാസിഷ്ഠ എന്നുള്ള പുസ്തകം യോഗവാസിഷ്ഠത്തിൻ്റെ ഒരു റിവൈസ്ഡ് എഡിഷൻ, അല്ലെങ്കിൽ ഒരു പരിഷ്കരിച്ച പതിപ്പാണെന്ന് പറയാം. കാരണം എന്താ, ഇതിൽ കാലാതീതമായിട്ടുള്ള വിവേകത്തിനെ കുറിച്ച് പറയുന്നു, ഉപനിഷത്ത് വിവേകം ഓക്കെ. അതിനും പുറമെ ആധുനിക യുഗത്തിൽ യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള പ്രായോഗിക ജ്ഞാനം, ഇപ്പോൾ ആൻഷ്യൻ വിസ്ഡം, മോഡേൺ പ്രാക്ടിക്കാലിറ്റി, കാലാതീതമായ വിവേകം, ആധുനികമായിട്ടുള്ള പ്രായോഗികതയും കൂട്ടിച്ചേർത്ത് ആണ് ഈ പുസ്തകം ദാജി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ യോഗവാസിഷ്ഠത്തേക്കാൾ മനോഹരമായ ഒരു രചനയാണിതെന്ന് പറയാം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. എന്താ
പറയുക, ഇപ്പോഴത്തെ ഒരു യൂത്ത് നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ സൊല്യൂഷനാണ് തേടി നടക്കുന്നത്. അപ്പം അങ്കിള് പറഞ്ഞ മാതിരി ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും, ഓരോ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങൾക്കുള്ള വിത്ത് സൊല്യൂഷനാണ് പറഞ്ഞത്. അതായത് ഒരു മോഡേൺ യോഗ വാശിഷ്ടം അല്ലേ, അതിനെക്കുറിച്ച് അങ്കിള് വളരെ ഭംഗിയായിട്ട് എല്ലാ പ്രാക്ടീസസിനെ കുറിച്ചും ടച്ച് ചെയ്യുന്നുണ്ടായി. നമ്മുടെ ഡീടോക്സ് പ്രാക്ടീസസ്, അതേമാതിരി തന്നെ മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രെയർ, ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ബേസിക് പ്രാക്ടീസസിനെ കുറിച്ചും ഒക്കെ തന്നെ അങ്കിള് പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ അപ്പൻഡിക്സിലും ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ചോദ്യങ്ങളുടെ ഉത്തരവായിട്ടും ഈ പ്രാക്ടീസസ് പറയുണ്ടായി. വേറൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തതിന് കോൺഷ്യസ്നെസ് കീ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഓരോ കഥയുടെ ചെറുകഥയുടെ ഇൻ ബിറ്റ്വീനിലും ഒരു അടിവര ഇട്ടിട്ട് കോൺഷ്യസ്നെസ് കീ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൻ്റെ താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും വായിക്കുമ്പോൾ ആലോചിച്ചു അത് എന്തുകൊണ്ടാണ് കോൺഷ്യസ്നെസ് കീ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ബോധം, എന്താണ് ബോധത്തിൻ്റെ വികാസം, എന്നെ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെയാണ്, അത് ഈ ചോദ്യത്തിലൂടെ എങ്ങനെയാണ് ആ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കോൺഷ്യസ്നെസ് കീ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു നല്ലൊരു ഡിസ്ക്രിപ്ഷനും അങ്കിള് തരുകയുണ്ടായി. അപ്പം നമ്മുടെ ആദ്യമായിട്ട് ഈ പുസ്തകം വായിക്കുന്ന വായനക്കാർക്കും അതൊരു ഇൻസൈറ്റ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ഒരു 9 o'clock വരെ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതിനുശേഷം 9 to 9:15 യൂണിവേഴ്സൽ പ്രെയർ, അതിനെക്കുറിച്ച് ഞങ്ങൾ മെൻഷൻ ചെയ്യുകയുണ്ടായി അല്ലേ. എല്ലാവരിലും ഉള്ള ഒരു ബ്രദർഹുഡ്, അതാണ് നമ്മുടെ എവല്യൂഷൻ്റെ, ഇൻഡിവിജ്വൽ എവല്യൂഷൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രദർഹുഡാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പ്രാക്ടീസ് നമ്മൾ 9 to 9:15 ഇതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നോക്കാം. ദ വേ ഓഫ് ഹാർട്ട്ഫുൾനെസ്, നമ്മൾ ആദ്യം ശരീരവും മനസ്സും പൂർണ്ണമായും ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഭൂമാതാവിൽ നിന്ന് ഒരു നേരിയ ഊർജം കാലുകളിലൂടെ ശരീരത്തിലുടനീളം വ്യാപിച്ച് ശരീരവും മനസ്സും പൂർണ്ണമായും ഒരു വിശ്രമാവസ്ഥയിൽ എത്തുന്നതായി അനുഭവിക്കുക. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയെ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതുമായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും മുഴുകി ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ധ്യാനം കണ്ടിന്യൂ ചെയ്യാം. ഈ ധ്യാനാവസ്ഥയിൽ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മളോട് തന്നെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക, നമ്മൾ ധ്യാനിക്കുകയാണ് എന്ന്. വീണ്ടും നമ്മുടെ അറ്റൻഷൻ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ ധ്യാനാവസ്ഥ കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ നമ്മളൊരു 9 o'clock വരെ നമുക്ക് എല്ലാവർക്കും തന്നെ ധ്യാനിക്കാം. അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ, ലോകത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഹൃദയത്തിൽ ലവ് ആൻഡ് ഡിവോഷൻ വളരുന്നു എന്നും യഥാർത്ഥമായ വിശ്വാസം എല്ലാവരുടെ ഉള്ളിലും വളരുന്നു എന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി ഒരു 15 minutes അതിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. നന്ദി, നമസ്കാരം.